നമസ്കാരം. റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ശക്തമാക്കി യുക്രൈൻ. റഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമായ സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ പ്രധാന എണ്ണക്കപ്പൽ ടെർമിനലിന് നേരെ യുക്രൈൻ ഭീമൻ ഡ്രോൺ ആക്രമണം നടത്തി. വ്ളാദിമിർ പുടിന്റെ യുദ്ധതന്ത്രങ്ങളുടെ ജീവനാഡിയായ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ നേതൃത്വത്തിൽ യുക്രൈൻ പ്രത്യാക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. റഷ്യൻ അധിനിവേശം 5-ാം വർഷത്തിലേക്ക് കടക്കവേ മോസ്കോയെ സാമ്പത്തികമായി പൂട്ടാനാണ് കീവിന്റെ നീക്കം. ആക്രമണത്തിൽ പോർട്ടിന് കേടുപാടുകൾ സംഭവിച്ചതായി സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ഗവർണർ അലക്സാണ്ടർ ബെഗ്ലോവ് സമ്മതിച്ചെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സെയിന്റ് പീറ്റേഴ്സ്ബർഗിലും പരിസര പ്രദേശങ്ങളിലുമായി യുക്രൈൻ വിക്ഷേപിച്ച 72 ഡ്രോണുകൾ റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടതായും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ മറ്റൊരു യുക്രൈൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യയുടെ യുദ്ധച്ചെലവുകൾക്കുള്ള വരുമാനം കണ്ടെത്തുന്നത് ഈ എണ്ണക്കപ്പൽ ടെർമിനലിൽ നിന്നാണെന്നും അതിനാൽ ഇത് തങ്ങളുടെ പ്രധാന സൈനിക ലക്ഷ്യമാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും വ്യക്തമാക്കി. യുക്രൈൻ അതിർത്തിയിൽ നിന്നും 850 കിലോമീറ്ററിലധികം അകലെയുള്ള സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ എണ്ണ സംഭരണശാലകൾക്ക് പുറമെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രമായ കോൺസ്റ്റാഡിലും വിജയകരമായ ആക്രമണം നടത്താൻ കഴിഞ്ഞതായി സെലൻസ്കി അവകാശപ്പെട്ടു. കൃത്യമായ ദീർഘദൂര ആക്രമണങ്ങളിലൂടെ റഷ്യയ്ക്ക് മേൽ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യൻ എണ്ണക്കപ്പൽ നിലയങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തുന്ന തുടർച്ചയായ ദീർഘദൂര ആക്രമണങ്ങൾ റഷ്യയിൽ കടുത്ത ഇന്ധന പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ക്രെംലിന് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. ആക്രമണം കടുത്തതോടെ 2014 റഷ്യ പിടിച്ചെടുത്ത ക്രിമിയൻ പെനിൻസുലയിൽ സാധാരണക്കാർക്ക് പെട്രോൾ വിൽക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ പ്രാദേശിക അധികൃതർ നിർബന്ധിതരായി. കൂടാതെ അതിർത്തി നഗരമായ ബെൽഗറോഡിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പൂർണ്ണമായും വൈദ്യുതി ബന്ധം നിഷേധിക്കപ്പെട്ടതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ എണ്ണ ശുദ്ധീകരണ ശേഷിയുടെ 43% യുക്രൈൻ ആക്രമണങ്ങളിൽ തകർന്നതായാണ് കീവ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ അവകാശവാദം സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച അധിനിവേശം തുടരാൻ റഷ്യ പ്രധാനമായും ആശ്രയിക്കുന്നത് എണ്ണ കയറ്റുമതിയെയാണ്. അതിനാൽ റഷ്യൻ ഊർജ്ജ നിലയങ്ങൾ നിയമാനുസൃതമായ സൈനിക ലക്ഷ്യങ്ങൾ മാത്രമാണെന്നാണ് യുക്രൈൻ വാദിക്കുന്നത്. അതേസമയം ഈ ആക്രമണങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. എന്നാൽ യുക്രൈനിന്റെ ഡ്രോൺ ആക്രമണങ്ങൾ അത്ര ഗൗരവമുള്ളതല്ല എന്നും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നുമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ നിലപാട്. യുദ്ധക്കളത്തിലെ കടുത്ത പരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് യുക്രൈൻ ഊർജ്ജ നിലയങ്ങളെ ആക്രമിക്കുന്നതെന്ന് പുടിൻ പരിഹസിച്ചു. എന്നാൽ ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ സാധാരണക്കാരായ ദശലക്ഷക്കണക്കിന് റഷ്യക്കാരുടെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയതോടെ യുദ്ധം തങ്ങളെ ബാധിക്കില്ലെന്ന് പുടിന്റെ വ്യാജ പ്രചരണങ്ങളുടെ മുനയൊടിഞ്ഞിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു.